ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പേഷ്യന്റിനെ വേണ്ട രീതിയിൽ നോക്കിയില്ലെങ്കിൽ പല പരീക്ഷണ ഘട്ടങ്ങളെയും നമ്മൾ അതിജീവിക്കേണ്ടതായി വരും. ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ലേ ഡോക്ടർ? ഇല്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇദ്ദേഹത്തിന്റെ ഒപ്പം ഈ രോഗവും ഉണ്ടാവും. ചിലതൊക്കെ ഓർക്കുന്നുണ്ട്, പക്ഷേ മറ്റു ചിലതൊക്കെ അത്ര കൃത്യമായിട്ട് ഓർക്കുന്നുമില്ല. പക്ഷെ ചിലതെല്ലാം ഇന്നലെ കണ്ട പോലെ നല്ല വ്യക്തമായിട്ടാണ് പറയുന്നത്. അതെല്ലാം കേട്ടതാണല്ലോ. ഇദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളെക്കാൾ നല്ല ഓർമ്മശക്തിയും ഉണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ ഡോക്ടറെ, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. പക്ഷെ കേൾക്കണ്ടേ, മോനും ഇവക്കുവാ നിർബന്ധം ഡോക്ടറെ കാണണമെന്ന്. എനിക്ക് കണ്ട മാരക അസുഖമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞ വിശ്വാസമായില്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഡോക്ടറെ. ഞാൻ പറഞ്ഞു മടുത്തു. ഭാമേ, നീ കേട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ വാ. എനിക്കൊന്നുമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എപ്പോഴും അസുഖമുണ്ടെന്നാ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു ആശ്വാസമൊക്കെ പറഞ്ഞത് മനഃപൂർവ്വം. ഒരു രോഗി താനൊരു രോഗിയാണെന്ന് അറിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് ഒരു രോഗവും ഇല്ലെന്ന് അറിവിൽ നിൽക്കുമ്പോൾ ചികിത്സിക്കുന്നതാ. ഈ അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തന്റെ ഓർമ്മകൾ നഷ്ടപ്പെടും. അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അസുഖവും. ആ നഷ്ടപ്പെട്ട സമയത്തെ ഓർമ്മകൾ ഇവരുടെ മനസ്സിലൊരു ബ്ലാങ്കായിട്ട് കിടക്കും. അതൊരിക്കലും ഓർത്തെടുക്കാനോ ബ്ലാങ്കായ ഭാഗത്ത് പഴയ ഓർമ്മകൾ കൂട്ടിച്ചേർക്കാനോ ഇവർക്കൊരിക്കലും കഴിയില്ല. പക്ഷെ ആ മറവി ഒരിക്കലും ഇവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു അസുഖം തനിക്കുണ്ടെന്ന് ഇവർക്കറിയാനും പറ്റില്ല, സമ്മതിച്ചു തരികയില്ല. ഡോക്ടർ, അപ്പൊ പിന്നെ ഇതിന്റെ ചികിത്സയൊക്കെ പിന്നെ എങ്ങനെയായിരിക്കും? കെയർ ചെയ്യുക എന്നത് മാത്രം ഏക വഴി. ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് വിടാൻ പറ്റില്ല. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാനും പറ്റില്ല. ഉറക്കത്തിൽ പോലും ഒരു കണ്ണ് വേണമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ ഒരു ശ്രദ്ധ തീർച്ചയായും ഇവിടെ വേണം. പിന്നെ ഒരാശ്വാസം ഉള്ളത്, ഇത് തുടക്കം മൈൻഡ് റീഡിംഗ്. പിന്നെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ചില ടോയ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങി ഓർമ്മകളെ ബലപ്പെടുത്തുക. ചിന്തകളെ തിരികെ കൊണ്ടുവരാനുള്ള എന്ത് എക്സർസൈസും ഇതിന് മരുന്നായി കാണാവുന്നതാണ്. തീരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അക്ഷരങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ടീച്ചർമാർ ചില പൊടിക്കൈകൾ ഉപയോഗിക്കാറില്ലേ? ചിത്രങ്ങളിലൂടെയുള്ള പഠനം എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അതുപോലെ ഒരുപാട് കോഴ്സ് സെന്ററുകളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരംഭാവസ്ഥയാ. പക്ഷേ ഇത് കൂടിയ കുഴപ്പമാണ്. പേഷ്യന്റിനെ വേണ്ട രീതിയിൽ നോക്കിയില്ലെങ്കിൽ പല പരീക്ഷണ ഘട്ടങ്ങളെയും നമ്മൾ അതിജീവിക്കേണ്ടതായി വരും. ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ലേ ഡോക്ടർ? ഇല്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇദ്ദേഹത്തിന്റെ ഒപ്പം ഈ രോഗവും ഉണ്ടാവും. മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇദ്ദേഹത്തിന്റെ ഒപ്പം നമ്മളും ഉണ്ടാവണമെന്ന് മാത്രം. പക്ഷെ ഇത് കുറച്ചുകൊണ്ടുവരാൻ പറ്റും, ശ്രദ്ധ കൂടുതൽ കൊണ്ട്. അവർക്ക് ഭാരപ്പെട്ട ചിന്തകൾ കൊടുക്കാതെ പകുതി ചിന്ത നമ്മൾ ഷെയർ ചെയ്തെടുത്താൽ മതി. ഞാനൊരു അഡ്രസ് തരാം. എന്റെ സുഹൃത്ത് നടത്തുന്നൊരു ട്രീറ്റ്മെന്റ് സെന്ററാ. കുറച്ചധികം പണം ചെലവാകും, പക്ഷേ ഈ ഒരു അസുഖത്തിന് ആ ചികിത്സ ബെറ്റർ ആയിരിക്കും. ഓക്കെ ഡോക്ടർ, ഞാൻ എന്റെ മകനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ആ ചികിത്സ തന്നെ ചെയ്യാം. കേസും കൂട്ടവും എല്ലാം ഒഴിവായമേ. ഇനിയിപ്പോ അതിന്റെ പിന്നാലെ ഓടണ്ട. സമാധാനമായി. ഇനി രണ്ടുപേരും സമയം കണ്ടെത്തി നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. ഒന്നിനു പിറകെ ഒന്നായി വരുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുമെങ്കിലേ അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് നടക്കട്ടെ. പിന്നെ
ശ്യാമ മോളെയും കൊണ്ട് രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ പോയി. ഈ ഒരു അവസ്ഥയിൽ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു. ആ ചന്ദ്രബോസ് ഇപ്പോ തോറ്റുപോയ അവസ്ഥയിലാ. പാമ്പിന്റെ പകയുള്ളവൻ അവൻ. രോഹിതുമായി അടുത്ത ബന്ധവും. ഞങ്ങള് പറഞ്ഞതാ ശ്യാമയോട്, അതൊരു തടവറയാണ്. നിന്നെ മോളെയും ദ്രോഹിക്കാനേ അവൻ നോക്കൂ, പോകണ്ടെന്നൊക്കെ. പക്ഷെ അവിടെ നിന്നാലേ രോഹിത്തിനെ നന്നാക്കാൻ പറ്റുമെന്നും പറഞ്ഞ അവള് മോളെയും കൊണ്ട് പോയത്. അവൻ നേരെയാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ പണ്ടേ അവൻ നന്നായനെ. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാനായിരിക്കും അവളുടെ വിധി. ഒടയ തമ്പുരാൻ കൽപ്പിച്ചു തരുന്നത് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭഗവാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിക്കുമായിരിക്കും. ശ്യാമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം വിഷ്ണുട്ടാ. എങ്കിലേ മോൾക്ക് അവിടെ നല്ലൊരു ജീവിതം ഉണ്ടാവും. അവളങ്ങനെ അവിടെ കിടന്ന് നരയിക്കേണ്ടവളല്ല. അവളവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലെ തീയ. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവളാ. നമ്മൾ അവളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി വരുമ്പോ നമ്മൾ ശത്രുക്കളാവും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്നും പറയാത്തത്. എന്നാലേ ഞാൻ ഇറങ്ങാ. അവിടെ അച്ഛനും അമ്മേനെ ഒന്ന് കാണണം. അല്ല മോനെ, മോനൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ എടുത്തു വെക്കാം. അപ്പോഴേക്കും സത്യം വരും. അപ്പൊ പിന്നെ മോളെയും കൂടെ കണ്ടിട്ട് പോവാലോ. ഇല്ല, സത്യം കാണാൻ ഞാൻ പിന്നെ വന്നോളാം ശാരദാമ്മേ. ഇപ്പൊ ഞാൻ പോട്ടെ. നിരപരാധിയായിട്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് എനിക്ക് പറയണം, എന്നെ വെറുതെ വിട്ടെന്ന്. അത് എത്രയും നേരത്തെ ആവുന്നോ അത്രയും നേരത്തെ ആവട്ടെ. ഞാൻ ഇറങ്ങാ. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, നമുക്കിനി ഈ ലോറിപ്പണി വേണ്ട. ഈ കിട്ടിയ ചതിയോടുകൂടി നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം. തന്റെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ചേട്ടാ എത്രയായി? 80 രൂപ. എല്ലാവരെയും വിറപ്പിച്ചിട്ടാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പോയ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ഇങ്ങോട്ട് വരികയില്ലെന്ന്. അല്ല, അവരെന്താ നിന്നെ കൂട്ടത്തിൽ കൂട്ടിയില്ലേ? ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാ, അല്ലാതെ എന്റെ വീട്ടിലൊന്നും അല്ല. വാ. നിക്കേ,